ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. പുതിയ ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ പാഠം എ ഫ്രണ്ട്. ഇതൊരു പോമാണ്. ഈ വീഡിയോയിൽ ഞാൻ ഈ പോം വായിക്കുന്നുണ്ട്, അതിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മീനിങ്സും ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഈ വീഡിയോയിൽ തന്നെ ഞാൻ പറയുന്നുണ്ട്. ഓക്കെ. യു ഹാവ് മെനി ഫ്രണ്ട്സ്, ഹാവ് ഇൻ യു. നിങ്ങൾക്ക് കുറേ ഫ്രണ്ട്സ് ഇല്ലേ? വാട്ട് ക്വാളിറ്റീസ് ഡു യു ലൈക്ക് ഇൻ ദം. അവരിലെ സ്വഭാവത്തിലെ അല്ലേ എന്ത് ക്വാളിറ്റിയാണ്, എന്ത് കാര്യമാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? നൗ റീഡ് ദ പോം അബൌട്ട് എ ട്രൂ ഫ്രണ്ട്. ഇവിടെ താഴെ ഒരു ട്രൂ ഫ്രണ്ട് അല്ലേ, ശരിയായ ഫ്രണ്ട് എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു പോം കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ. ഇവിടെ ഐ ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു പോം കൊടുത്തിട്ടുണ്ട്. ഇവിടെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, കുട്ടികളൊക്കെ ഫ്രണ്ട്സായിട്ട് ഒരുമിച്ചിരുന്ന് കളിക്കുന്നത്. ഇനി ഈ പോം എഴുതിയിരിക്കുന്നത് ആരാണ്? എഡ്ഗർ ആൽബർട്ട് ഗസ്റ്റ് ആണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം ജനിച്ചത് ഇംഗ്ലണ്ടിലാണ്. അദ്ദേഹത്തിന് 17 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പോം പബ്ലിഷ് ചെയ്തത്. പിന്നെ എന്താണ്, അദ്ദേഹം ഏതാണ്ട് 11,000 എബോവ് അല്ലേ, 11,000-ൽ കൂടുതൽ പോംസ് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി തന്നെ അല്ലെങ്കിൽ റിലേഷൻഷിപ്സിനെ പറ്റി തന്നെ അദ്ദേഹം ഒട്ടനവധി പോംസ് എഴുതിയിട്ടുണ്ട്. ഓക്കെ. എ ഫ്രണ്ട് വായിച്ചു നോക്കാം. ഒരു സ്റ്റാൻസ ഫുള്ള് വായിക്കാം, ഈ 4 ലൈൻ മുഴുവനായിട്ട് വായിക്കാം. അതിനെയാണ് സ്റ്റാൻസ എന്ന് പറയുന്നത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ മീനിങ്സ് പറഞ്ഞു തരാം കേട്ടോ. എ ഫ്രണ്ട് ഈസ് വൺ ഹൂ സ്റ്റാൻഡ്സ് ടു ഷെയർ your every touch of grief and care. He comes by chance but stays by choice. Your praises he is quick to voice. ഓക്കെ. അപ്പോൾ എന്താ പറയുന്നത്? ആദ്യത്തെ ലൈൻ നോക്കാം. എ ഫ്രണ്ട് ഈസ് വൺ ഹൂ സ്റ്റാൻഡ്സ് ടു ഷെയർ. ഒരു ഫ്രണ്ട് എങ്ങനെയാണെന്നാണ് പറയുന്നത്? എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, വീതിച്ചെടുക്കുക എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. ഇപ്പം നമ്മുടെ സന്തോഷമായിക്കോട്ടെ സങ്കടമായിക്കോട്ടെ അതൊക്കെ കേൾക്കാനും നമ്മുടെ കൂടെ നിൽക്കാനും ഒരാളുണ്ടാവും അല്ലേ. അപ്പോൾ എന്ത് കാര്യങ്ങളായിക്കോട്ടെ അത് ഷെയർ ചെയ്യുന്ന ഒരാളായിരിക്കും ഫ്രണ്ട്. യുവർ എവറി ടച്ച് ഓഫ് ഗ്രീഫ് ആൻഡ് കെയർ. ഗ്രീഫ് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങളുടെ സങ്കടങ്ങൾ അല്ലേ. നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ കേട്ട് നിങ്ങളെ കെയർ ചെയ്യുന്ന ഒരാളായിരിക്കും നല്ലൊരു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ, ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ. ഓക്കെ. ഹി കംസ് ബൈ ചാൻസ് ബട്ട് സ്റ്റേയ്സ് ബൈ ചോയ്സ്. എന്താ പറയുന്നത്? എന്താണ്, നമ്മൾ വിചാരിക്കാതെയാണ് അല്ലേ, ഓരോ കാര്യങ്ങൾ കൊണ്ടാണ് ഓരോരുത്തരും നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഹി കംസ് ബൈ ചാൻസ് ബട്ട് സ്റ്റേയ്സ് ബൈ ചോയ്സ് അല്ലേ. അപ്പോൾ നിങ്ങൾ പല രീതിയിൽ നിങ്ങൾ ഫ്രണ്ട്സിനെ കണ്ടുമുട്ടും അല്ലേ. ചിലപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ ഒപ്പം പഠിക്കുന്ന കുട്ടികളായിരിക്കാം അല്ലേ. അപ്പോൾ ഓരോ ആൾക്കാരും പല കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് അല്ലേ. അപ്പോൾ പല ആൾക്കാരും പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ബട്ട് സ്റ്റേയ്സ് ബൈ ചോയ്സ് അല്ലേ. നിങ്ങളുടെ ഫ്രണ്ട് ആരാവണം അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ആയിട്ട് അവന് നിൽക്കണോ നിൽക്കണ്ടേ എന്നുള്ളത് ആരുടെ ചോയ്സാണ്? ഓരോരുത്തരുടെയും ചോയ്സാണ്, ഓരോരുത്തരുടെയും ഇഷ്ടമാണ് എന്നാണ് പറയുന്നത്. യുവർ പ്രൈസസ് ഹീ ഈസ് ക്വിക്ക് ടു വോയ്സ്. പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രശംസ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം അത് നിങ്ങളെപ്പറ്റി പറയുന്നത് ആരായിരിക്കും? നിങ്ങളുടെ നല്ലൊരു സുഹൃത്തായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്തത് വായിച്ചു നോക്കാം. പിന്നെ എന്താ പറയുന്നത്? നോ ഗ്രീവസ് ഫോൾട്ട് ഓർ പാസിംഗ് വിം ക്യാൻ മേക്ക് എൻ എനിമി ഓഫ് ഹിം. Although your need be great or small, his strength is yours throughout it all. അപ്പോൾ നമുക്ക് ഓരോ ലൈനായിട്ട് നോക്കാം. നോ ഗ്രീവസ് ഫോൾട്ട്. ഗ്രീവിയസ് ഫോൾട്ട് എന്ന് പറഞ്ഞാൽ, ഗ്രീവസ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രീവസ് എന്ന് പറഞ്ഞാൽ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടുള്ള. ഫോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ? തെറ്റ്. അപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റോ, എന്തെങ്കിലും വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു തെറ്റോ, അല്ലെങ്കിൽ പാസിങ് വിം. വിം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾക്കൊരു തോന്നൽ അല്ലേ, ഒരു കുറച്ച് നേരത്തേക്ക് ഒരു തോന്നൽ ഉണ്ടാവുന്നതിനാണ് വിം എന്ന് പറയുക. ആ തോന്നൽ വരികയും ചെയ്യും, അതുപോലെ തന്നെ മാറിപ്പോവുകയും ചെയ്യും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് എനിക്കൊരു ഐസ്ക്രീം കഴിക്കണം അല്ലേ. തൊട്ട് പിന്നാലെ നിങ്ങൾക്ക് തോന്നുകയാണ് എനിക്ക് കോൾഡ് പിടിച്ചു കഴിഞ്ഞാൽ അല്ലേ, എനിക്ക് ജലദോഷമൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ നല്ല അടി കിട്ടും അല്ലേ. അപ്പോൾ ആ തോന്നൽ എന്താണ്, അപ്പം തന്നെ മാറിയല്ലേ. അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? വിം എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ മാത്രമാണ്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. അതുപോലെ പെട്ടെന്ന് വരികയും അതുപോലെ തന്നെ പോവുകയും ചെയ്യുന്ന തോന്നലുകളെയാണ് നമ്മൾ വിം എന്ന് പറയുക. ക്യാൻ മേക്ക് ആൻ എനിമി ഓഫ് ഹിം. അപ്പോൾ
തെറ്റുകളായിക്കോട്ടെ അല്ലെങ്കിൽ പല തോന്നലുകളായിക്കോട്ടെ, എങ്ങനെയുള്ള തോന്നലാണെങ്കിലും ഒരിക്കലും നല്ലൊരു കൂട്ടുകാരൻ നിങ്ങളുടെ എനിമി, നിങ്ങളുടെ ശത്രു ആവില്ല എന്നാണ് പറയുന്നത്. ആൻഡ് ദോ യുവർ നീഡ് ബി ഗ്രേറ്റ് ഓർ സ്മോൾ, നിങ്ങളുടെ നീഡ്, നിങ്ങളുടെ ആവശ്യങ്ങൾ വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ, ഹിസ് സ്ട്രെങ്ത് ഈസ് യുവേഴ്സ് ത്രൂ ഔട്ട് ഇറ്റ് ഓൾ. എന്താണ്? അവൻ എപ്പോഴും നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ സ്ട്രെങ്ത് ആയിട്ട്, നിങ്ങളുടെ ശക്തിയായിട്ട് ത്രൂ ഔട്ട്, ജീവിതകാലം ഉടനീളം നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? നോ മാറ്റർ വേർ യുവർ പാത്ത് മേ ടേൺ, യുവർ വെൽഫെയർ ഈസ് ഹിസ് ചീഫ് കൺസേൺ. No matter what your dream may be, he prays your triumph soon to see. നോക്കാം നമുക്ക്. നോ മാറ്റർ വേർ യുവർ പാത്ത് മേ ടേൺ. അപ്പോൾ നിങ്ങളുടെ വഴി, പാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വഴി അല്ലേ? അപ്പോൾ എന്താ പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ നിങ്ങൾ ഏത് വഴിയിലേക്ക് വേണമെങ്കിൽ തിരിഞ്ഞു പൊക്കോട്ടെ അല്ലേ. യുവർ വെൽഫെയർ ഈസ് ഹിസ് ചീഫ് കൺസേൺ. ഇപ്പോഴായാലും എപ്പോഴായാലും അല്ലേ, നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ വെൽഫെയർ, നിങ്ങളുടെ നല്ലതായിരിക്കും എപ്പോഴും അവൻ്റെ കൺസേൺ, അവൻ്റെ ആശങ്ക അല്ലേ. നമ്മുടെ നല്ലൊരു കൂട്ടുകാരനാണെങ്കിൽ എങ്ങനെയാണ്, നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അല്ലേ, നിങ്ങളോട് പറയും അത് ചെയ്യരുത്, അത് തെറ്റാണെന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഒരാളായിരിക്കും അല്ലേ. നിങ്ങളൊരു നല്ല കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ നീ ചെയ്തത് നല്ല കാര്യമാണ് എന്ന് പറഞ്ഞു തരുന്ന ഒരാളായിരിക്കും. അതായത് നമ്മുടെ വെൽഫെയർ, നമ്മുടെ നല്ലതിനെ പറ്റി എപ്പോഴും കൺസേൺ ചെയ്യുന്ന, ആശങ്കപ്പെടുന്ന ഒരാളായിരിക്കും ശരിയായ ഒരു ഫ്രണ്ട് എന്നാണ് പറയുന്നത്. നോ മാറ്റർ വാട്ട് യുവർ ഡ്രീം മേ ബി, ഹി പ്രേസ് യുവർ ട്രയംഫ് സൂൺ ടു സീ. നോ മാറ്റർ വാട്ട് യുവർ ഡ്രീം മേ ബി, നിന്റെ സ്വപ്നം എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ഹി പ്രേസ് യുവർ ട്രയംഫ് സൂൺ ടു സീ. എന്താണ്? അവൻ എപ്പോഴും, ട്രയംഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ജയം അല്ലേ, നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയിട്ട് പ്രേ ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്ന ഒരാളായിരിക്കും നിങ്ങളുടെ ഫ്രണ്ട് എന്നാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ വിഷ് എന്തായാലും ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കട്ടെ, നിങ്ങൾക്ക് അത് കൈവരിക്കാനാകട്ടെ, നിങ്ങൾ അതിൽ വിജയിക്കട്ടെ എന്ന് വിചാരിക്കുന്ന ആളായിരിക്കും നിങ്ങളുടെ കൂട്ടുകാരൻ. ഓക്കെ, ദർ ഈസ് നോ വിഷ് യുവർ ടങ് ക്യാൻ ടെൽ, ബട്ട് വാട്ട് ഇറ്റ് ഈസ് യുവർ ഫ്രണ്ട്സ് ആസ് വെൽ. ദ ലൈഫ് ഓഫ് ഹിം ഹു ഹാസ് എ ഫ്രണ്ട് ഈസ് ഡബിൾ ഗാർഡഡ് ടു ദ എൻഡ്. ഓക്കെ, അപ്പം എന്താ പറയുന്നത് നോക്കാം നമുക്ക്. ദർ ഈസ് നോ വിഷ് യുവർ ടങ് ക്യാൻ ടെൽ, ബട്ട് വാട്ട് ഇറ്റ് ഈസ് യുവർ ഫ്രണ്ട്സ് ആസ് വെൽ. എന്താ പറയുന്നത്? ഈ ഫ്രണ്ട്സ് എന്നിങ്ങനെ എഴുതുക, ഫ്രണ്ട് എന്ന് എഴുതിയിട്ട് കണ്ടോ, ഇങ്ങനെ ഒരു അപ്പോസ്ട്രഫി ഇതിനിടുന്നതാണ് അപ്പോസ്ട്രഫി എന്ന് പറയാം. ഫ്രണ്ട്സ്, ഈ ഫ്രണ്ട്സ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫ്രണ്ടിൻ്റെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫ്രണ്ടിൻ്റെ. അപ്പം ഈ കുട്ടിയുടെ അല്ലെ, നമ്മളുടെ ഫ്രണ്ടിൻ്റെ, ഫ്രണ്ട്സ് പെൻ അല്ലെങ്കിൽ ഫ്രണ്ട്സ് കാർ എന്നൊക്കെ പറയില്ലേ, ഫ്രണ്ടിൻ്റെ കാർ എന്നാണ്. ഇതല്ലാതെ ഇങ്ങനെ ഒരു ഫ്രണ്ട്സ് ഉണ്ട്, FRIENDS. അതെന്താ ഉദ്ദേശിക്കുന്നത്? ഇവരെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സാണ്, അതിനെയാണ് ഈ ഫ്രണ്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണ്ടോ? അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കി വെക്കുക. ഇങ്ങനെ അപ്പോസ്ട്രഫി ഇട്ട് പറഞ്ഞാൽ, ഈ ഒരു സാധനം ഇങ്ങനെ ഇട്ടിട്ട് പറഞ്ഞാൽ അതിനെ നമ്മൾ ഫ്രണ്ടിൻ്റെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദർ ഈസ് നോ വിഷ് യുവർ ടങ് ക്യാൻ ടെൽ. അപ്പോൾ ചില വിഷുകൾ, ചില ഡ്രീംസ് അല്ലെങ്കിൽ ചില ആഗ്രഹങ്ങൾ നിങ്ങൾ പുറത്ത് പറയണം എന്നില്ല അല്ലേ, നിങ്ങളുടെ ഫ്രണ്ടിനോട് പറയണം എന്നില്ല. പക്ഷെ എന്താണ്? ബട്ട് വാട്ട് ഇറ്റ് ഈസ് യുവർ ഫ്രണ്ട്സ് ആസ് വെൽ. അങ്ങനെ പറയാത്ത ആഗ്രഹങ്ങളും എന്ത് തന്നെ ആയിക്കോട്ടെ, അതും നിങ്ങളുടെ കൂട്ടുകാരൻ്റെ അല്ലെങ്കിൽ കൂട്ടുകാരിയുടെ കൂടെയാണ് എന്നാണ് പറയുന്നത്. ദ ലൈഫ് ഓഫ് ഹിം ഹു ഹാസ് എ ഫ്രണ്ട് ഈസ് ഡബിൾ ഗാർഡഡ് ടു ദ എൻഡ്. എന്താണ്? ഒരു നല്ല ഫ്രണ്ടുള്ള ഒരു ജീവിതമാണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങളുടെ ലൈഫ് എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും, സംരക്ഷിതമായിരിക്കും, ഡബിൾ ഗാർഡഡ് ആണ് നിങ്ങൾ എന്നാണ് പറയുന്നത് അല്ലേ. നിങ്ങളുടെ ഫ്രണ്ട് എപ്പോഴും ഒരു സുരക്ഷാ കവചമായിട്ട്, അതിനെയാണ് ഗാർഡഡ് എന്ന് പറയാ, ഒരു കവചം അല്ലേ, ഒരു സംരക്ഷണമായിട്ട് നിങ്ങളുടെ ചുറ്റും എപ്പോഴും ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പം ഇതാണ് എ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള പോം. നമുക്ക് അർത്ഥം നോക്കാം ഇനി. ഓക്കെ, ഗ്രീഫ് എന്ന് പറഞ്ഞാൽ ദുഃഖം, സങ്കടം എന്നൊക്കെ പറയാം. പ്രൈസ്, പുകഴ്ത്തുക. നിങ്ങൾക്കൊരു എന്താണ് പറയുക, നിങ്ങൾക്കൊരു പ്രൈസ് കിട്ടി അല്ലേ, ഇപ്പോൾ ഡ്രോയിങ്ങിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി, അപ്പം നിങ്ങളെ പുകഴ്ത്തുക അല്ലേ. അവന് ഫസ്റ്റ് പ്രൈസ് കിട്ടി, അവൻ എൻ്റെ ഫ്രണ്ടാണ്, അവൻ നന്നായി വരയ്ക്കും എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് പ്രൈസ് ചെയ്യുക, പുകഴ്ത്തുക എന്നൊക്കെ പറയുന്നത്. മായ, ഫോൾട്ട്, തെറ്റ്.
പാസിംഗ് വിം ഞാൻ ഓൾറെഡി പറഞ്ഞു, പെട്ടെന്ന് വരികയും അല്ലെ പെട്ടെന്ന് ഉണ്ടാവുകയും വന്ന പോലെ തന്നെ അത്ര പെട്ടെന്ന് തന്നെ മാഞ്ഞു പോവുകയും ചെയ്യുന്ന ചില തോന്നലുകൾ ഉണ്ടാവും. ഐസ്ക്രീമിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഒരു ഐസ്ക്രീം കഴിക്കാൻ പോവാന്ന് പെട്ടെന്ന് തോന്നി, പിന്നെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് തോന്നി, അല്ലെങ്കിൽ വേണ്ട അത് കഴിച്ചാൽ നിങ്ങൾക്ക് തൊണ്ടവേദന വരാം അല്ലേ, എനിക്ക് പനി എങ്ങാനും പിടിച്ചാലോ അല്ലെ തൊണ്ടവേദനയോ കോൾഡോ പിടിച്ചാലോ തണുപ്പല്ലേ എന്നൊക്കെ തോന്നില്ലേ. അപ്പം അങ്ങനെയുള്ള ചില തോന്നലുകൾ കേട്ടോ, അതിനെ നമുക്ക് പാസിംഗ് വിം എന്ന് പറയാം. ഇനി എനിമി എന്ന് പറഞ്ഞാൽ എന്താ? എനിമി എന്ന് പറഞ്ഞാൽ ശത്രു എന്നാണ് അർത്ഥം. വെൽഫെയർ ക്ഷേമം, ട്രയംപ് വിജയം, കൺസേൺ ആശങ്ക, ഗാർഡഡ് രക്ഷിതമായ. കേട്ടോ. ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? വൈ ഈസ് യുവർ ഫ്രണ്ട് ഇമ്പോർട്ടൻറ്റ് ടു യു? നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ ആരാണ്? അവൻ്റെ അല്ലെങ്കിൽ അവളുടെ പേര് എഴുതുക. വൈ ഈസ് യുവർ ഫ്രണ്ട് ഇമ്പോർട്ടൻറ്റ് ടു യു? എന്തുകൊണ്ടാണ് അവൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്ര ഇമ്പോർട്ടൻ്റ്? ഞാനിവിടെ കൊടുത്തത് ഇങ്ങനെയാണ്. മൈ ബെസ്റ്റ് ഫ്രണ്ട് ഈസ് അനിക. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേരെന്താണ്? അനികയാണ്. ഷീ ഓൾവേസ് ഹെൽപ്സ് മീ ഇൻ മൈ സ്റ്റഡീസ് ആൻഡ് പ്ലേസ് വിത്ത് മീ. എന്താ പറയുന്നത്? അവൾ എപ്പോഴും എന്നെ പഠിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ എന്താണ് കളിക്കാനും എൻ്റെ കൂടെ കൂടാറുണ്ട്. അപ്പം അതുകൊണ്ടാണ് അവൾ എൻ്റെ ലൈഫിൽ ഇത്രയധികം ഇമ്പോർട്ടൻറ്റ്. കേട്ടോ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ എഴുതാം. എന്താണ്? ഹി അല്ലെങ്കിൽ മൈ ബെസ്റ്റ് ഫ്രണ്ട് ഈസ് കിരൺ. ഹി ഓൾവേസ് കെയർ ഫോർ മീ അല്ലേ. ഐ ട്രസ്റ്റ് ഹിം വെരി മച്ച്. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എഴുതാം. കേട്ടോ. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യമാണ്. വാട്ട് ഡു യു ലേൺ അബൌട്ട് എ ഗുഡ് ഫ്രണ്ട് ഫ്രം ദ പോം? ഒരു ഗുഡ് ഫ്രണ്ടിനെ പറ്റി അല്ലെ, ഒരു നല്ലൊരു ഫ്രണ്ടിനെ പറ്റി നിങ്ങൾ ഈ പോമിൽ നിന്ന് എന്താണ് പഠിച്ചത്? എ ഗുഡ് ഫ്രണ്ട് ഓൾവേസ് കെയർ ഫോർ അസ്. He will be with us in our happiness and sorrow. He will celebrate our success and always think of our welfare. എന്താ പറയുന്നത്? ഒരു ശരിയായ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ എപ്പോഴും കെയർ ചെയ്യുന്ന ഒരാളായിരിക്കും അല്ലേ. പിന്നെ എന്താണ്? നമ്മുടെ ഹാപ്പിനെസ്, നമ്മുടെ സന്തോഷത്തിലും സോറോ, നമ്മുടെ സങ്കടത്തിലും അവൻ എന്നും കൂടെ ഉണ്ടാവും. പിന്നെന്താണ്? ഹി വിൽ സെലിബ്രേറ്റ് അവർ സക്സസ്. നമ്മുടെ വിജയങ്ങളൊക്കെ നമ്മളെക്കാളും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്, ആഘോഷിക്കുന്നത് ആരായിരിക്കും? നമ്മുടെ കൂട്ടുകാരായിരിക്കും, നല്ലൊരു കൂട്ടുകാരനായിരിക്കും. ആൻഡ് ഓൾവേസ് തിങ്ക് ഓഫ് അവർ വെൽഫെയർ. വെൽഫെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ നല്ലതിന് വേണ്ടി ചിന്തിക്കുന്ന ഒരാളായിരിക്കും നിങ്ങളുടെ ശരിയായ ഫ്രണ്ട് എന്നാണ് പറയുന്നത്. കേട്ടോ. അടുത്തത് എന്താണ്? മൂന്നാമത്തെ ചോദ്യം. ഹൗ ഡസ് എ ഫ്രണ്ട്സ് പ്രസൻസ് മേക്ക് യുവർ ലൈഫ് മോർ സെക്യൂർ? ഒരു നല്ലൊരു ഫ്രണ്ടിൻ്റെ പ്രസൻസ്, സാന്നിധ്യം അല്ലേ, നല്ലൊരു ഫ്രണ്ട് നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം കുറച്ചും കൂടി സെക്യൂർ ആയിരിക്കും. സെക്യൂർ ആയിരിക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? സേഫ് ആയിരിക്കും അല്ലെ, സുരക്ഷിതമായിരിക്കും എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? എ ഗുഡ് ഫ്രണ്ട് ഡബിൾ ഗാർഡ്സ് അവർ ലൈഫ്. ദേ ഓൾവേസ് സപ്പോർട്ട് us ആൻഡ് സെക്യൂർ അവർ ലൈഫ്. എന്താണ്? ഒരു നല്ലൊരു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ ലൈഫിനെ, നമ്മുടെ ജീവിതത്തെ ഡബിൾ ഗാർഡ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ, ഒരു സുരക്ഷാ കവചം തീർത്തിരിക്കും. ദേ ഓൾവേസ് സപ്പോർട്ട് us. അവരെപ്പോഴും എന്താണ്? നമുക്കൊരു താങ്ങായിട്ട് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ്? നമ്മുടെ ജീവിതം സേഫ് ആണെന്ന് സെക്യൂർ ചെയ്യുന്ന അല്ലേ, നമ്മുടെ ജീവിതം ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തുന്ന ഒരാളുമായിരിക്കും എന്നാണ് പറയുന്നത്. നാലാമത്തെ ചോദ്യം. ഹൗ ഡസ് ദ പോം എൻകറേജസ് അസ് ടു ബി ഗുഡ് ഫ്രണ്ട്സ്? എങ്ങനെയാണ് ഈ പോം നമ്മളെ നല്ല കൂട്ടുകാരായിട്ടിരിക്കാൻ എൻകറേജ് ചെയ്യുന്നത്? എൻകറേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രചോദനം തരിക. കേട്ടോ. പ്രചോദനം തരുന്നത്. ദ പോം emphasizes the importance of good friend in our life. It portrays support, trust and understanding in friendship. എന്താ പറയുന്നത്? ഈ പോമിൽ എംഫസൈസ് ചെയ്യുന്നത് എന്താണ്? ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണ്? അത് ഒരു നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു ഫ്രണ്ടിൻ്റെ ആവശ്യകതയ്ക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലേ. ഒരു നല്ലൊരു ഫ്രണ്ട് നമ്മുടെ ജീവിതത്തിൽ വേണം എന്നാണ് ഈ ഒരു പോം പറയുന്നത്. ഇറ്റ് പോർട്രേ ചെയ്യാന്ന് പറയാൻ നമുക്ക് കാണിച്ചു തരുന്നു അല്ലേ. ഒരു നല്ലൊരു ഫ്രണ്ട് നമ്മുടെ സപ്പോർട്ടായിരിക്കും, നമുക്ക് എപ്പോഴും ഒരു കൈത്താങ്ങായിരിക്കും അല്ലേ. ട്രസ്റ്റ് ഉണ്ടാവും, അതിലെന്താണ്? വിശ്വാസം ഉണ്ടാവും. അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ്, നമ്മുടെ ഉള്ളിൽ എന്താണ്? നമ്മളൊരു കാര്യം പറഞ്ഞാൽ അത് മനസ്സിലാക്കുന്ന ഒരാളായിരിക്കും ശരിയായ ഒരു ഫ്രണ്ട് അല്ലേ. അപ്പം അങ്ങനെയൊക്കെയാണ് ഫ്രണ്ട്സ് ആയിട്ടിരിക്കാൻ ഈ പോം എൻകറേജ് ചെയ്യുന്നത്.
അടുത്തത് വരുന്നത് എന്താണ്? വാട്ട് ആർ ദി ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ഫ്രണ്ട്? കംപ്ലീറ്റ് ദ വേർഡ് വെബ് ഗിവൺ ബിലോ. എന്തൊക്കെ കൊടുക്കാൻ നമുക്ക്? ക്വാളിറ്റീസ് എന്താണ്? ഷെയറിങ് ആയിരിക്കും അല്ലേ, ഷെയർ ചെയ്യുന്ന ആളായിരിക്കും എല്ലാതും. അതുപോലെ തന്നെ കെയർ ചെയ്യുന്ന ഒരാളായിരിക്കും. പിന്നെന്താണ്? ട്രസ്റ്റിംഗ് അല്ലേ, ട്രസ്റ്റ്, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കും. അണ്ടർസ്റ്റാൻഡിങ്, നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കും. പിന്നെന്താണ്? ലിസണർ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ലിസൺ ചെയ്യുന്ന, കേൾക്കുന്ന ഒരാളായിരിക്കും അല്ലേ. പിന്നെ ലാസ്റ്റ് വൺ എന്താണ്? സപ്പോർട്ട് അല്ലേ, നമുക്ക് എപ്പോഴും ഒരു സപ്പോർട്ടായിരിക്കും നല്ലൊരു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ. അപ്പം അങ്ങനെ നിങ്ങൾക്ക് വേർഡ് വെബ് പൂർത്തിയാക്കാം. ഇതിനെയാണ് വേർഡ് വെബ് എന്ന് പറയുന്നത്. നടുവിൽ ഇതുപോലെ എന്തിനെ കുറിച്ചാണോ, ഒരു ഫ്രണ്ടിനെ കുറിച്ചാണെങ്കിൽ ഫ്രണ്ട് എന്ന് എഴുതിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയെ കുറിച്ചാണ് നിങ്ങൾ പറയേണ്ടതെങ്കിൽ നടുവിൽ എന്തായിരിക്കും? ഫാമിലി എന്ന് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ വെബ് പോലെ അല്ലേ, ഈ സ്പൈഡറിൻ്റെ എന്താണ് വെബ് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും, ഒരു ചെലന്തി വല പോലെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിനെയാണ് വേർഡ് വെബ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ടിനെ പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറയാം, അതാണ് നിങ്ങൾ ഈ വട്ടങ്ങളിൽ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ വേർഡ് വെബ് എന്താണെന്ന് മനസ്സിലായല്ലോ. അടുത്തത് രണ്ടാമത്തെ ആക്ടിവിറ്റി ആണ് റീഡ് ദ ലൈൻസ് ഓഫ് ദ പോം. ഈ പോമിൻ്റെ 2 ലൈൻസ് തന്നിട്ടുണ്ട്, നിങ്ങളോട് അത് വായിക്കാൻ പറയുന്നുണ്ട്. എ ഫ്രണ്ട് ഈസ് വൺ ഹു സ്റ്റാൻഡ്സ് ടു ഷെയർ യുവർ എവറി ടച്ച് ഓഫ് ഗ്രീഫ് ആൻഡ് കെയർ അല്ലേ, നമ്മുടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന, നമ്മുടെ എല്ലാ സങ്കടങ്ങളും മനസ്സിലാക്കുന്ന ഒരാളായിരിക്കും നമ്മുടെ ഫ്രണ്ട് അല്ലേ. ദ വേർഡ്സ് കെയർ ആൻഡ് ഷെയർ ആൻഡ് വിത്ത് ദ സെയിം സൗണ്ട്. ശ്രദ്ധിച്ചു നോക്കിയേ, കെയർ എന്ന് പറയുന്ന വേർഡ് എന്താണ്? RE, ആ ഒരു ARE അതിൽ എൻഡ് ചെയ്യുന്നു. ഷെയറും എന്താണ്? ARE എന്ന് പറഞ്ഞിട്ട് എൻഡ് ചെയ്യുന്നു, അവസാനിക്കുന്നു അല്ലേ. പറയുമ്പോൾ ഒരുപോലെ അല്ലേ, ഷെയർ, കെയർ അല്ലേ. അതിനെയാണ് സെയിം സൗണ്ടിങ് വേർഡ്സ് എന്ന് പറയുക. അപ്പം അങ്ങനെ അതുപോലെ സെയിം സൗണ്ടിങ് വേർഡ്സിനെ നമ്മൾ എന്താ പറയുക? റൈമിങ് വേർഡ്സ് എന്നാണ് പറയുക. ഓക്കെ, വേറൊരു എക്സാമ്പിൾ ഞാൻ കൊടുത്തുള്ള തന്നെ എഴുതാം. സൗണ്ട് അല്ലേ, സൗണ്ട് OUND, ഗ്രൗണ്ട് GROUND, കണ്ടോ. അപ്പോൾ അത് രണ്ടും എൻഡ് ചെയ്യുന്നത് എന്തിലാണ്? ഔണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വേർഡിലാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് എന്ത് പറയാം? അങ്ങനെയുള്ള വേർഡ്സിനെ കണ്ടോ, അങ്ങനെയുള്ള വേർഡ്സിനെ ഒരേ രീതിയിൽ എൻഡ് ചെയ്യുന്ന വേർഡ്സിനെ നമ്മൾ എന്ത് പറയും? റൈമിങ് വേർഡ്സ് എന്ന് പറയും കേട്ടോ, റൈമിങ് വേർഡ്സ് എന്ന് പറയും. അതുപോലെയുള്ള റൈമിങ് വേർഡ്സ് പോമിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് നിങ്ങളിവിടെ എഴുതണം കേട്ടോ. ചോയ്സ്, വോയിസ്, അതാണ് ഒരു സെറ്റ് വരുന്നത് കേട്ടോ. രണ്ടും എൻഡ് ചെയ്യുന്നത് എന്തിലാണ് നിങ്ങൾ നോക്കിയേ? ICE OICE, കണ്ടോ. അപ്പോൾ രണ്ടും ഒരേ രീതിയിലാണ് നമ്മൾ പറയുമ്പോൾ വരുന്നത്. ഇനി അടുത്തത് ഏതാണ്? വിം, ഹിം, അതൊരു സെറ്റ്, അതാണ് രണ്ടാമത്തെ സെറ്റ്. സ്മോൾ, ഓൾ, അതാണ് മൂന്നാമത്തെ സെറ്റ് റൈമിംഗ് വേർഡ്. ഇനി അടുത്തതിൽ നമുക്ക് ടേൺ, URN, കൺസേൺ, കണ്ടോ, RN, ടേണിലും RN വരുന്നുണ്ട്, കൺസേണിലും RN വരുന്നുണ്ട്, അതാണ് അടുത്ത സെറ്റ്. ഇനി ഡ്രീം, മേ ബി, ടു സീ, കണ്ടോ, BC, അത് വേണമെങ്കിൽ പറയാം. ഇനി ടെൽ, വെൽ, കണ്ടോ, അതൊരു സെറ്റ് റൈമിംഗ് വേർഡാണ്. ഫ്രണ്ട്, എൻഡ്, കണ്ടോ. അപ്പോൾ അതൊക്കെ എൻഡ് ചെയ്യുന്ന ഒരേ സൗണ്ടിങ് വേർഡ്സിലാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ഇവിടേക്ക് പകർത്തി എഴുതുക. അതൊക്കെയാണ് റൈമിംഗ് വേർഡ്സ് വരുന്നത് കേട്ടോ. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി, യു ഓൾ ഹാവ് ഫ്രണ്ട്സ്, ഹാവ് ഇൻ യു, നിങ്ങൾക്ക് എല്ലാവർക്കും കൂട്ടുകാരില്ലേ. ഡു യു നോ ദ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഓഫ് യുവർ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ലൈക്ക്, ഇഷ്ടങ്ങളും ഡിസ്ലൈക്ക്, അനിഷ്ടങ്ങളും അല്ലെങ്കിൽ ഇഷ്ടക്കേടുകൾ അല്ലേ, ഇഷ്ടക്കേടുകൾ നിങ്ങൾക്കറിയുമോ? Ask your friends about their likes and dislikes. Write them in the space provided. An example is given for you. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലേ, പല ഫ്രണ്ട്സും ഉണ്ടാവും. അപ്പോൾ അവരോടൊന്ന് ചോദിക്കൂ, അവർക്ക് ഇഷ്ടപ്പെട്ടത് എന്താണ്, ഇഷ്ടമില്ലാത്തത് എന്താണ്. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ടോമി ലൈക്സ് ഫുട്ബോൾ, ഹി ഡസൻ ലൈക്ക് ക്രിക്കറ്റ്. എന്താണ്? ടോമിക്ക് ഫുട്ബോൾ ആണ് ഇഷ്ടം, അവന് എന്ത് ഇഷ്ടമല്ല? ക്രിക്കറ്റ് ഇഷ്ടമല്ല. അപ്പോൾ അതുപോലെയാണ് ഇനി താഴേക്ക് എഴുതേണ്ടത്. കുറച്ച് എക്സാമ്പിൾ കൂടി ഞാനിവിടെ കാണിച്ചു തരാം. കൃഷ്ണ ലൈക്സ് റീഡിങ്, ഹി ഡസിൻ ലൈക്ക് ഡ്രോയിങ്. എന്താ പറയുന്നത്? കൃഷ്ണയ്ക്ക് വായിക്കാനാണ് ഇഷ്ടം, അവന് ഡ്രോയിങ് അത്ര ഇഷ്ടമല്ല. നീന ലൈക്സ് പിങ്ക് കളർ, ഷീ ഡസിൻ ലൈക്ക് ഗ്രീൻ. നീനയ്ക്ക് പിങ്ക് കളറാണ് ഇഷ്ടം, അവൾക്ക് പച്ച നിറം അത്ര ഇഷ്ടമല്ല. അമ്മു ലൈക്സ് പെയിൻറ്റിങ്, ഷീ ഡസിൻ ലൈക്ക് ഗാർഡനിങ്. അമ്മുവിന് പെയിൻറ്റിങ് ആണ് അല്ലേ, കളർ ചെയ്യാനാണ് ഇഷ്ടം, പക്ഷേ അവൾക്ക് ഗാർഡനിങ്, ഈ എന്താ പറയുക, പൂന്തോട്ടം നോക്കുന്നതൊന്നും അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. മീര ലൈക്സ് ഡാൻസിങ്, ഷീ ഡസിൻ ലൈക്ക് സിംഗിങ്.
മീരയ്ക്ക് ഡാൻസ് ചെയ്യാനാണ് താല്പര്യം. അവൾക്ക് പാടുന്നത് അത്ര താല്പര്യമുള്ള കാര്യമല്ല. ആരവ് ലൈക്സ് ഐസ്ക്രീം. ഹി ഡസൻ ലൈക്ക് പിസ്സ. എന്താണ് പിസ്സ? ആരവിന് ഐസ്ക്രീമാണ് കഴിക്കാൻ ഇഷ്ടമല്ലേ? അവൻ എന്ത് ഇഷ്ടമല്ല? പിസ്സ ഇഷ്ടമല്ല. ദയ ലൈക്സ് വാച്ചിങ് മൂവീസ്. ഷി ഡസൻ ലൈക്ക് കാർട്ടൂൺസ്. ദയയ്ക്ക് എന്താ ഇഷ്ടം? മൂവീസ്, സിനിമകളൊക്കെ കാണാനാണ് ഇഷ്ടം. അവൾക്ക് എന്താണ് ഇഷ്ടമല്ലാത്തത്? അവൾക്ക് കാർട്ടൂൺ കാണുന്നത് അത്ര ഇഷ്ടമല്ല. ഓക്കെ, ഇത്രയാണ് ഈ പാഠഭാഗത്തിൻ്റെ ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെ വരുന്നത്. ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെങ്കിൽ, ക്ലാസ് സ്പീഡ് കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ബാക്കിയുള്ള ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് വരുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക്